8ാം ക്ലാസ് കെമിസ്ട്രിയിലെ 16ാമത്തെ പാഠഭാഗമായിട്ടുള്ള വാട്ടർ അഥവാ ജലം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അതായത് ജലത്തിന് താപത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ആണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജലത്തിൻ്റെ ഈ ഒരു ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ജലത്തിന് എത്ര എമൗണ്ട് താപത്തെ അല്ലെങ്കിൽ ഹീറ്റ് എനർജീനെ അല്ലെങ്കിൽ താപോർജ്ജത്തെ സ്റ്റോർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ കഴിയും, ആഗിരണം ചെയ്യാൻ കഴിയും. ആ ഒരു കഴിവിനെയാണ് നമ്മൾ ജലത്തിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. ഒരു അത്യാവശ്യം എമൗണ്ട് നമ്മൾ ഹീറ്റ് കൊടുക്കാതെ വാട്ടർ അത്രയും ഹീറ്റ് ടെമ്പറേച്ചർ മാറില്ല. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ അത്രയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിന് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു അപ്ലിക്കേഷനാണ് നമ്മൾ ടെമ്പറേച്ചർ റെഗുലേറ്റേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പല സിറ്റുവേഷൻസിൽ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഓട്ടോമൊബൈൽ റേഡിയേഷനാണ്, അതായത് റെഗുലേഷൻസ് ആണ്. അതായത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ റേഡിയേറ്റേഴ്സിൽ നമ്മൾ വെള്ളം ഒഴിക്കാറുണ്ട് ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതെന്തിനാണ്? എസ്പെഷ്യലി നമ്മൾ സമ്മർ സീസൺ, അതായത് വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് അത് മസ്റ്റാണ്. കാരണം നമ്മുടെ ഈ ഒരു എൻജിൻ കുറച്ച് കാർ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളുടെ എൻജിന് കുറച്ച് സമയം വർക്ക് ചെയ്താൽ ചൂടാകും. ആ ഒരു ചൂടാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓവർ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കുക. പക്ഷേ ഈ ഒരു റെഗുലേറ്റേഴ്സിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉണ്ടായിരിക്കുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജത്തെ ഈ ഒരു ജലം അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ഹീറ്റ് അവിടെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് ജലം ഒരു റെഗുലേറ്ററാണ്, അല്ലെങ്കിൽ ജലം റെഗുലേറ്ററിന് യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഒരു എക്സാമ്പിളാണ് നമ്മുടെ എർത്ത്. എർത്തിൻ്റെ കേസ് നമുക്കറിയാം. എർത്തിൽ നമുക്കറിയാം 3/4 വാട്ടറാണ് നമ്മൾ പറയാറുണ്ട്. അതായത് 3/4 ഭൂമിയുടേത് ജലമാണ്. ഈ ഒരു ജലം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൺട്രോൾ ചെയ്തു പോകുന്നത്. അതായത് നമ്മുടെ സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഗ്രഹം അല്ലെങ്കിൽ പ്ലാനറ്റാണ് എർത്ത് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇന്നർ സൈഡ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാലും വളരെ ചൂടുള്ള ഏരിയ ആണെന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. നമ്മുടെ സയൻസുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ചൂടിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ എർത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലൈമറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഈ ഒരു വാട്ടറിൻ്റെ, അതായത് സറൗണ്ട് ചെയ്തിരിക്കുന്ന 3 ഭാഗമുള്ള ജലത്തിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ്. ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3/4 വാട്ടറാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത കേസ് നമ്മുടെ ഹ്യൂമൻസ് അതുപോലെ പ്ലാന്റ്സിൻ്റെ കേസാണ്. വാട്ടർ നമ്മുടെ ബോഡിയിലുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ജലത്തിൻ്റെ കഴിവ്. ഇപ്പം നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം വെള്ളം കൊണ്ട് ഉപയോഗങ്ങളുണ്ട്. അതായത് നമ്മുടെ കിഡ്നി ഫങ്ഷൻസ്, ഹാർട്ട് ഫങ്ഷൻസ്, ബ്ലഡ് ഫങ്ഷൻസ്, അതുപോലെ പല ഫങ്ഷൻസ്, ഡൈജസ്റ്റീവ് ഫങ്ഷൻസിനൊക്കെ വാട്ടർ ആവശ്യമാണ്. അതുപോലെ അതിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ വാട്ടറിൻ്റെ അളവ് വളരെ അത്യാവശ്യമാണ്. വാട്ടറിൻ്റെ പ്രസൻസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. സോ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും എല്ലാ പാർട്സിലും അവർക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ, അതായത് ആ ഒരു പ്ലാന്റ്സ് ഒക്കെ ഡ്രൈ ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ബോഡിയിൽ ജലത്തിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടാണ്. അതായത് ജലം കിട്ടാതെ ആകുമ്പോഴല്ലേ ഓരോ ചെടികളും ഉണങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബോഡീസിലും വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബോഡിയും വീക്കായി പോകുന്നതായിരിക്കും. സോ ഇത്രയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. എല്ലാ ഡൗട്ടും കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.